SLC പരീക്ഷ എഴുതുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഞാനൊരു മാപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മാപ്പ് നിങ്ങൾക്ക് 4 മാർക്ക് തരുന്ന ഒരു കിടുക്കാച്ചി മാപ്പ് സെഷനുമായിട്ട് നിങ്ങൾക്ക് ഇന്ന് എത്തിയിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം അമൽ സാറാണ്. അപ്പം നമുക്ക് എല്ലാ കുട്ടികൾക്കും പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വലിയ പേടി വരുന്നത്, സോഷ്യൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പേടി വരുന്നത്, സാർ മാപ്പ് ശരിയാകുമോ സാർ, മാപ്പ് ശരിയാകുമോ സാർ. നിങ്ങൾ ആർക്ക് മുമ്പും ഇനി മാപ്പ് ശരിയാകുമോ എന്ന് ചോദിക്കേണ്ട. ഇത് ശരിയാകുന്ന മാപ്പ്, കൃത്യമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മാപ്പുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്, ഈ കോഡോട് എത്തിയിരിക്കുകയാണ്. ഇനി സാറ് തള്ളി സാർ പോകുന്നില്ല. ഷുവർ ആയിട്ടുള്ള മാപ്പ് ക്വസ്റ്റ്യൻസ് ഇത് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി. ഇത് നിന്നേ ചോദിക്കുള്ളൂ. ഓക്കെ, സെറ്റാണല്ലോ. എടാ, പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാർക്ക് കൂടുതൽ വരുന്ന ഒരു ചാപ്റ്ററാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്റർ, ലാൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. അതും അതിനടുത്ത ചാപ്റ്ററിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ഒരു ജോഗ്രഫിയിൽ മാർക്കുകൾ വരുന്നൊരു ചാപ്റ്റേഴ്സ്. അപ്പോൾ അവിടെ ആ 2 ചാപ്റ്ററിനെയും കൂടെ മെർജ് ചെയ്തുകൊണ്ടാണ് 4 മാർക്കിന് മാപ്പ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പിൽ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം. ആ ഔട്ട്ലൈൻ മാപ്പ് നിങ്ങൾക്ക് പരീക്ഷയിൽ കാണും, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂടെ കാണും. അത് നിങ്ങൾ കീറിയിട്ട് അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, നേരെ ആൻസർ ഷീറ്റിൻ്റെ കൂടെ പിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. 4 മാർക്കിനുള്ള ചോദ്യമാണ് അവിടുന്ന് വരുന്നത്. സോ ആ 4 മാർക്ക് നമുക്ക് കൃത്യമായിട്ട് അങ്ങ് വാങ്ങാം. ഓക്കെ, സാറ് സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എവിടെയാണ് അടയാളപ്പെടുത്തേണ്ടതെന്ന് മാത്രം പറയുകയാണേ. എടാ, പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്താണെന്നറിയാമോ? വെസ്റ്റേൺ ഗട്ട്സ് അടയാളപ്പെടുത്താൻ. എടാ, വെസ്റ്റേൺ ഗട്ട്സ് ഏകദേശം ഗുജറാത്തിൻ്റെ ഈ വെസ്റ്റേൺ ഗട്ട്സ് നിങ്ങൾക്ക് എവിടെയാണ് അടയാളപ്പെടുത്തേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗുജറാത്ത് ഉണ്ട്, ഈ സ്റ്റേറ്റ് ഏതാ? ഗുജറാത്ത് മുതൽ ഏകദേശം ഗോവയിൽ കടന്ന് കർണാടക വഴി കേരള വഴി നിങ്ങൾ ഇങ്ങനെ അടയാളപ്പെടുത്തണം. ഇതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയാം. അപ്പോൾ വെസ്റ്റേൺ ഗട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ അടയാളപ്പെടുത്തണം? ഈ ഭാഗത്ത് അടയാളപ്പെടുത്തണം. ഓക്കെ, സെറ്റാണോ? നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ആദ്യമായി കുത്താൻ പോകുന്നത് ഈ വെസ്റ്റേൺ ഗട്ട്സ് തന്നെയായിരിക്കും, അതിലൊരു മാറ്റമൊന്നുമില്ല. ദെൻ ചോദിക്കുന്ന ഒരു കാര്യമാണ് വെസ്റ്റേൺ ഗട്ട്സ് അടയാളപ്പെടുത്തിയത് നമ്മൾ എന്തുകൂടെ അടയാളപ്പെടുത്തണം? ഈസ്റ്റേൺ ഗട്ട്സ് അടയാളപ്പെടുത്തണം. ഈ ഈസ്റ്റേൺ ഗട്ട്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള മലനിരകളാണ്, ഇല്ലേ സാർ? ഇത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള മലനിരകളല്ലേ സാർ? ഈ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഇത് എന്താണ്? അറേബ്യൻ സീ ആണ്. ഇതെന്താണ്? ബേ ഓഫ് ബംഗാളാണ്. ബേ ഓഫ് ബംഗാളിന് പാരലായിട്ട് വേണം എന്ത് വരയ്ക്കേണ്ടത് സാർ? അത് ഈസ്റ്റേൺ ഗട്ട്സ് വരയ്ക്കേണ്ട സാർ, ഇല്ലേ സാർ? അല്ലേ എൻ്റെ പിള്ളേരെ? അല്ലേടേ? അപ്പം വെസ്റ്റേൺ ഗട്ട്സിന്റെ ഓപ്പോസിറ്റ് എന്ത്? ഈസ്റ്റേൺ ഗട്ട്സ്. വെസ്റ്റേൺ ഗട്ട്സിന്റെ ഓപ്പോസിറ്റ് ഈസ്റ്റേൺ ഗട്ട്സ്. ഓക്കെ, ക്ലിയർ? ഇതെന്താടാ? ഇത് വെസ്റ്റേൺ ഗട്ട്സ്. ഇതെന്താടാ? ഇത് ഈസ്റ്റേൺ ഗട്ട്സ്. ഓക്കെ ആണല്ലോ. ഇനി വരയ്ക്കേണ്ട എന്താണെന്ന് ചോദിക്കുക, ഡെക്കാൻ പ്ലേറ്റു അടയാളപ്പെടുത്തും ചോദിക്കുക. എന്താണ് ഡെക്കാൻ പ്ലേറ്റു? ഇവിടെ ഡെക്കാൻ പ്ലേറ്റുവിന്റെ പ്രത്യേകത എന്താടാ? ഇന്ത്യയുടെ ഭാഗം നോക്കിയടാ, വാല് പോലെ ഇരിക്കുമല്ലേ. നമ്മൾ ഡെക്കാൻ പ്ലേറ്റുവിന്റെ പ്രത്യേകത പഠിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ട്രയാങ്കുലർ ലാൻഡ് മാസ് എന്നാണ് പഠിച്ചിട്ടുള്ളത്, അല്ലേ? ഒരു ട്രയാങ്കുലർ ഷേപ്പാണ്, ബോർഡേഡ് ബൈ ഈസ്റ്റേൺ ഗട്ട്സ് ആൻഡ് വെസ്റ്റേൺ ഗട്ട്സ്, ഇല്ലേ? ഈസ്റ്റേൺ ഗട്ട്സും വെസ്റ്റേൺ ഗട്ട്സും ബോർഡർ ചെയ്യുന്നുണ്ട്, ഒരു ട്രയാങ്കുലർ ലാൻഡ് മാസ് ആണ്. എടാ, ഏകദേശം ഈ ഭാഗത്തായിട്ട് ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ നിങ്ങൾ ഇങ്ങനെ വരച്ചിങ്ങനെ കാണിച്ചാൽ മതി. അത് നേരെ വരച്ചിട്ട് ഇവിടെ ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. ഇതെന്താണ്? ക്വസ്റ്റ്യൻ നമ്പറും കൂടി ഇടുക. ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ള രീതിയിൽ, ചിലപ്പോൾ ഡി ആയിരിക്കാം വരുന്നത്. നേരെ അടയാളപ്പെടുത്തുക. എന്തെന്ന് എഴുതുക? ഡെക്കാൻ പ്ലേറ്റ്യൂ എന്ന് അടയാളപ്പെടുത്തുക. അപ്പോൾ ഡെക്കാൻ പ്ലേറ്റ്യൂ എവിടെയാണ്? ഈ ഭാഗത്തുള്ള ഒരു ട്രയാങ്കുലർ ലാൻഡ് മാസ് ആണ്. ഈ ഇത്രയും സ്റ്റേറ്റുകളായിട്ട് എടുക്കുന്ന ഒരു ട്രയാങ്കുലർ ലാൻഡ് മാസ് ആണ് എന്തെന്ന് പറയുന്നത് ഡെക്കാൻ പ്ലേറ്റ്യൂ. അവിടെ കാണപ്പെടുന്ന സോയിലിൻ്റെ നിറം ഏത് സോയിലാണ് കാണപ്പെടുന്നത്? ബ്ലാക്ക് സോയിലാണ് കാണപ്പെടുന്നത്. അതിനെ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. MCQ ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ്, ചിലപ്പം ചോദിച്ചെന്നും വരാം കേട്ടോ. നമ്മൾ ഇനി പ്രഡിക്ഷൻ ചെയ്യുന്നില്ലേ? ഓക്കെ, ഇനി കച്ച് കത്തിയവാർ അങ്ങനെ ഞാൻ ചോദ്യത്തിൽ കണ്ടിട്ടില്ല, എങ്കിലും കച്ചും കത്തിയവാറും നമുക്കൊന്ന് അടയാളപ്പെടുത്താം. ഏകദേശം ഇവിടെയാണ് എന്തുള്ളത്? കച്ച്. ഈ ഭാഗത്തൊരു വട്ടമിട്ട് വെക്കുന്നത് നോക്കി. ഗുജറാത്ത് ഇരിക്കുന്നത് എങ്ങനെയാ? സിംഹം വാ പൊളിഞ്ഞ പോലെ. ഈ സിംഹം വാ പൊളിഞ്ഞ സിംഹത്തിന് ഒരു കണ്ണ് വരയ്ക്കുക. ഇതാണ് എന്ത്? കച്ച്. ഇതെന്താടാ? കച്ച്. ഇതെന്താടാ? കച്ച്. ഇതെന്താടാ? കച്ച്.
കച്ച്. ഇതെന്താടാ? ഇതെന്താ പറ, ഇതെന്താണ്? ഇതാണ് ഈസ്റ്റേൺ ഗാട്സ്. ഇത് ഡെക്കാൻ പ്ലേറ്റു. കച്ച് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് വേണം കച്ച്, ഗുജറാത്തിൽ കൊണ്ട് കച്ച് അടയാളപ്പെടുത്താം. അതിന് തൊട്ട് താഴെ ഇവിടെയാണ് കത്തിയവാറും അടയാളപ്പെടുത്തേണ്ടത്. അപ്പം കച്ചായി കത്തിയവാറായി. കച്ച് കത്തിയവാർ. കച്ചായി കത്തിയവാറായി, ഡെക്കാൻ പ്ലേറ്റു ആയി, ഈസ്റ്റേൺ ഗട്ട്സ് ആയി, വെസ്റ്റേൺ ഗട്ട്സ് ആയി. ഇനി വേണമെങ്കിൽ ചോദിക്കാം നീലഗിരി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ്. അതായത് ഈസ്റ്റേൺ ഗട്ട്സും വെസ്റ്റേൺ ഗട്ട്സും കൂടി ജോയിൻ ചെയ്യുന്ന ഈ ഭാഗത്തെയാണ് എന്ന് പറയുന്നത് നീലഗിരി എന്ന് പറയുന്നത്. അവിടെ നീലഗിരി അടയാളപ്പെടുത്താം. നീലഗിരി ചോദിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ, തമിഴ്നാടിൻ്റെ, കർണാടകത്തിൻ്റെ ആ ജോയിൻറ്റിങ് ഭാഗം ഉണ്ടല്ലോടാ, അവിടെ കൊണ്ടുകൊണ്ട് എന്ത് അടയാളപ്പെടുത്താം? നീലഗിരി അടയാളപ്പെടുത്താം. ഇനി ആനമുടി അടയാളപ്പെടുത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിൽ വേണം അടയാളപ്പെടുത്താൻ. ആനമുടി എവിടെയാണ് അടയാളപ്പെടുത്തേണ്ടത്? കേരളത്തിൽ വേണം ആനമുടി അടയാളപ്പെടുത്തേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഈസ്റ്റേൺ ഗട്ട്സ് ആയി, വെസ്റ്റേൺ ഗട്ട്സ് ആയി, പിന്നെ ഡെക്കാൻ പ്ലേറ്റു ആയി, കച്ചായി, കത്തിയവാറായി. ഇനി താർ ഡെസേർട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? താർ ഡെസേർട്ട് കാണപ്പെടുന്നത്. താർ ഡെസേർട്ട് രാജസ്ഥാനിലാണ് കാണപ്പെടുന്നത്. ആ ഭാഗത്ത് നിങ്ങളൊന്ന് അടയാളപ്പെടുത്തിയാൽ മാത്രം മതി. താർ ഡെസേർട്ട്. ഇനി ആരവല്ലി ഹിൽസ്. ഈ രാജസ്ഥാൻ ഈ ഭാഗത്തായിട്ട് വേണം എന്ത് അടയാളപ്പെടുത്തേണ്ടത്? ആരവല്ലി ഹിൽസ് അടയാളപ്പെടുത്തേണ്ടത്. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഒരു വര ഇട്ട് കൊടുത്താൽ മതി. ആ ഭാഗത്തുനിന്ന് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിയർ ആണല്ലോ? പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ഒന്നെങ്കിൽ മാൾവ പ്ലേറ്റ്യൂ, അല്ലെങ്കിൽ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ. 3 പ്ലേറ്റ്യൂസ്, അതായത് ഡെക്കാൻ പ്ലേറ്റ്യൂ, മാൾവ പ്ലേറ്റ്യൂ, പിന്നെ ഡെക്കാൻ പ്ലേറ്റ്യൂ, മാൾവ പ്ലേറ്റ്യൂ, ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ. അപ്പോൾ അത് ഡെക്കാൻ പ്ലേറ്റ്യൂ ഞാൻ അടയാളപ്പെടുത്തി. ഈ വാല് പോലുള്ള ഭാഗത്ത് എന്ത് വേണം? ഡെക്കാൻ പ്ലേറ്റ്യൂ വേണം. ഇനി ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു വട്ടം ഇട്ട് വെച്ചിട്ട് ഇത്രയും മതി. അവിടെ ലൊക്കേറ്റ് ചെയ്ത് കാണിച്ചാൽ മതി. ആ ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ കാണപ്പെടുന്നത്. ഏകദേശം ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ, ചോട്ടാ ഛത്തീസ്ഗഡ്. ഇവിടെ ഛത്തീസ്ഗഡ് നോക്കടാ, ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ അവിടെ കൊടുക്കുക കേട്ടോ. ചോട്ടാ ഛത്തീസ്ഗഡ്. അപ്പോൾ ചോട്ടാ ഛത്തീസ്ഗഡ് എവിടെയാണ്? ഛത്തീസ്ഗഡിൻ്റെ ഭാഗത്തായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഛത്തീസ്ഗഡ്, ഒറീസ ഈ ഭാഗത്തായിട്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് വട്ടം ഇട്ട് വെച്ചാൽ മാത്രം മതി. എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ കോഡും കൂടി കൊടുക്കുക. ചിലപ്പം 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ D എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ E എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കാം. അതെവിടെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? അടയാളപ്പെടുത്തി കൊടുത്താൽ മാത്രം മതി. ക്ലിയർ ആണല്ലോ? ഇനി എവിടെയാണ് മാൾവ പ്ലേറ്റ്യൂ? ഇനി എന്താണ് പറയാൻ പോകുന്നത്? മാൾവ പ്ലേറ്റ്യൂവിനെ പറ്റി. മാൾവ പ്ലേറ്റ്യൂ നിങ്ങൾ ഏകദേശം മധ്യപ്രദേശിൻ്റെ ഈ ഭാഗത്തായിട്ട് നിങ്ങൾ അങ്ങ് അടയാളപ്പെടുത്തിയാൽ മതി. മാൾവ പ്ലേറ്റ്യൂ. ഇതെന്താടാ? ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ. ജസ്റ്റ് നിങ്ങൾ നമ്പർ മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് ഇവിടെ ലെഡ്ജറിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ. ദെൻ ആരവല്ലി ഞാനിപ്പോൾ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പഠിപ്പിക്കുന്നത്. നേരെ നമ്മളൊരു ക്വസ്റ്റ്യനും കൂടെ വർക്കൗട്ട് ചെയ്ത് മാറുവേ. ഇനി നമ്മൾ മാൾവ പ്ലേറ്റ്യൂ വരയ്ക്കാൻ നോക്കുകയാണെങ്കിൽ മാൾവ പ്ലേറ്റ്യൂ നമ്മൾ വരച്ചു, ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ വരച്ചു, ഡെക്കാൻ പ്ലേറ്റ്യൂ വരച്ചു. ഇനി എന്താണ്? വിന്ധ്യ ഹിൽസും സത്പുര ഹിൽസും ഏകദേശം ഈ ഭാഗത്തായിട്ട് ചുമ്മാ ഒരു വര ഇട്ടാൽ മതി. അതെന്താണ്? വിന്ധ്യയ്ക്ക് തൊട്ട് താഴെ പാരലായിട്ട് സത്പുര. ആദ്യം ഈ ഛത്തീസ്ഗഡിൻ്റെ ഈ ഭാഗത്തായിട്ട് എന്ത് വരയ്ക്കുക? വിന്ധ്യ വരയ്ക്കുക. അതിന് തൊട്ട് താഴെ ഒരു പാരലായിട്ട് എന്ത് വരയ്ക്കുക? സത്പുര വരയ്ക്കുക. അപ്പോൾ വിന്ധ്യയായി, സത്പുരയായി. അപ്പോൾ ഏകദേശം ഇവിടെ ഞാൻ സ്ഥിരമായി ചോദിക്കുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കച്ച് പറഞ്ഞു, ഗുജറാത്തിലാണ് കച്ചും കത്തിയവാറും. ഈസ്റ്റേൺ ഗട്ട്സും വെസ്റ്റേൺ ഗട്ട്സ് നേരെ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ വരച്ച് വെക്കുക. ഈസ്റ്റേൺ ഗട്ട്സ് ആണോ ഇത്? വെസ്റ്റേൺ ഗട്ട്സ് ആണിത്. വെസ്റ്റേൺ ഗട്ട്സ് ഇവിടെ ഇങ്ങനെ ഒരു വരച്ച് വെക്കുക. നേരെ ബേ ഓഫ് ബംഗാളിന് പാരലായിട്ട് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈനാണ് ഒരു ലൈൻ വരച്ച് വെച്ചാൽ മതി. എന്താണ്? ഈസ്റ്റേൺ ഗട്ട്സ് ആണ്. ഇവിടെ ഒരു ട്രയാങ്കുലറായിട്ടൊരു ലാൻഡ് മാസ് വരച്ചാൽ മതി. അത് ഡെക്കാൻ പ്ലേറ്റ്യൂ ആണ്. ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ വരയ്ക്കാൻ പറയുവാണെങ്കിൽ ഛത്തീസ്ഗഡിൻ്റെ ഭാഗത്ത് എന്ത് വരയ്ക്കുക? ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ്യൂ വരയ്ക്കുക. മാൾവ പ്ലേറ്റ്യൂ എവിടെ വരയ്ക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശിൻ്റെ ഭാഗത്ത് വരയ്ക്കുക.
ദെൻ ആരവല്ലി ഹിൽസ് വരയ്ക്കണേ രാജസ്ഥാൻ്റെ ആ ഭാഗത്തോട്ട് ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ ഇട്ടാൽ മതി, അത് ആരവല്ലി ഹിൽസ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിന്ധ്യ ഏകദേശം മധ്യപ്രദേശിൻ്റെ ഭാഗത്ത് വിന്ധ്യ, അതിന് തൊട്ട് താഴെയായിട്ട് എന്ത് സത്പുര റേഞ്ച്. പിന്നെ താർ ഡെസേർട്ട് വരയ്ക്കാൻ ചോദിക്കുകയാണെങ്കിൽ അത് രാജസ്ഥാൻ്റെ ഈ ഭാഗത്തായിട്ട് മാത്രം ഒന്ന് ലൊക്കേറ്റ് ചെയ്തിടുക. ക്ലിയർ ആണോ? ഇത്രയും ചോദ്യത്തിന് ഒരു 2 മാർക്ക്, ഇത്രയും പറഞ്ഞത് 2 മാർക്ക് സെറ്റാണ് കേട്ടോ, സെറ്റാണ്. ഇനി സാറ് ഇത് എങ്ങനെ വരയ്ക്കുന്നതെന്ന് ഒരു പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ഇത്ര എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ എടാ, പരീക്ഷയിൽ ക്വസ്റ്റ്യന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗഡ്സ് അടയാളപ്പെടുത്താനാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ ഇട്ട് വെക്കണം. ഓക്കെ, ഇട്ട് വെച്ച ശേഷം ഇവിടെ ലെഡ്ജറിൽ ഇതിനെ നേരെ എന്ത് ചെയ്യുക, 1A എന്ന് എഴുതുക. എന്നിട്ട് നിങ്ങൾ ലെഡ്ജറിൽ കൊണ്ടുവരിക 1A വെസ്റ്റേൺ ഗഡ്സ്. ഓക്കെ, അങ്ങനെ ഒന്ന് എഴുതി വെക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നേരെ ഇവിടെ ഒരു ആരോ ഹെഡ് കൊടുക്കുക, വെസ്റ്റേൺ ഗഡ്സ് എന്ന് അടയാളപ്പെടുത്തുക. നല്ല നീറ്റായിട്ട് വേണം ഇത് അടയാളപ്പെടുത്തണം കേട്ടോ, ഗഡ്സ്. ഇനി ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ് വേണം അടയാളപ്പെടുത്താൻ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒന്ന് കറുപ്പിക്കുക. ഇവിടെ എന്ത് ഇടുക, 1B എന്ന് ഇടുക. 1B എന്ന് ഇങ്ങനെ ഇട്ടു. എന്ത് എഴുതുക, ചോട്ടാ നാഗ്പൂർ പ്ലേറ്റ് എന്ന് എഴുതുക. ഇനി എന്താ ഈസ്റ്റേൺ ഗഡ്സ് ആണ് ചോദിച്ചതെന്ന് വിചാരിക്കുക. ഈസ്റ്റേൺ ഗഡ്സ് ആണെങ്കിൽ നേരെ ഇവിടെ ഇങ്ങനെ ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ലൈൻ വരയ്ക്കുക. അവിടെ ഇങ്ങനെ ബ്രാക്കറ്റിൽ കൊടുക്കുക. എന്ത്, ഇതിന് 3നും കൂടെ എന്ത് കൊടുക്കുക, ഒരു ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. 1C എന്ന് കൊടുക്കുക. 1C എന്താണ്, ഈസ്റ്റേൺ ഗഡ്സ് എന്ന് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? അങ്ങനെ വേണം ഓരോന്നും അടയാളപ്പെടുത്തുക. ഇനി ആരവല്ലി അടയാളപ്പെടുത്തണമെങ്കിൽ ചെയ്യണം, ഈ ഭാഗത്തായിട്ട് വേണം ആരവല്ലി അടയാളപ്പെടുത്തണം. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് കൊടുക്കണം. കച്ചാണെങ്കിൽ ഇവിടെ അടയാളപ്പെടുത്തുക, കത്യവാറാണെങ്കിൽ ഇവിടെ അടയാളപ്പെടുത്തുക. ഡെക്കാൻ പ്ലേറ്റു ആണെങ്കിൽ ഈ ഭാഗത്തായിട്ട് എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. ഡെക്കാൻ പ്ലേറ്റു. മാൾവ പ്ലേറ്റു ആണെങ്കിൽ ഈ ഭാഗത്തായിട്ട് അടയാളപ്പെടുത്തുക. ദെൻ വിന്ധ്യ ഹിൽസ് ഫസ്റ്റ്, അതിന് തൊട്ട് താഴെ എന്ത് വരയ്ക്കുക, സത്പുര ഹിൽസ്. വിന്ധ്യയും സത്പുരയും പാരലായിട്ടുള്ള ലൈൻസാണ്, പാരലായിട്ടുള്ള ഇതാണ്. അപ്പോൾ പാരലായിട്ട് തന്നെ അങ്ങ് വരച്ചിടുക. ക്ലിയർ ആണല്ലോ? ഏകദേശം ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു. ദെൻ ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിവർ സിസ്റ്റമാണ്. റിവർ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ഞാൻ സാർ ഇതെല്ലാം ഒന്ന് മായ്ച്ചു കളഞ്ഞോട്ടെ. നമുക്ക് റിവർ സിസ്റ്റം നോക്കാം. നമുക്ക് റിവറാണ് ചോദിക്കുന്നതെങ്കിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന റിവേഴ്സ് ആദ്യം ഇതുവരെ ചോദിച്ചിട്ടുള്ള റിവേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അടയാളപ്പെടുത്തി നോക്കാം. ഈ ആദ്യമായിട്ട് സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഇഷ്ടപ്പെട്ട ചോദ്യം എന്താണ്, കാവേരി റിവറാണ്. ഈ കാവേരി റിവർ ഈ ബ്രഹ്മഗിരി ഹിൽസിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത ശേഷം ബേ ഓഫ് ബംഗാളിൽ പോകുന്നു. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തായിട്ട് അത് കേരള, കർണാടക, തമിഴ്നാട്, കേരളത്തിൽ നിന്ന് ചെറിയൊരു ബ്രാഞ്ച് പോകുന്നു, കബനി റിവറിൻ്റെ ഒരു ബ്രാഞ്ചും പോകുന്നു. ക്ലിയർ ആണല്ലോ? ഇപ്പം ഞാനിത് 2 എന്ന് കൊടുക്കുകയാണ്, 2A എന്ന് കൊടുക്കുക. ദെൻ ഇവിടെ എഴുതുക 2A എന്തായിരിക്കും, കബനി റിവർ. കബനി റിവർ അല്ലല്ലോടെ, സോറി, കാവേരി റിവർ. കബനി അല്ല, കാവേരി, സോറി, കാവേരി റിവർ. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ്, കൃഷ്ണയാണ്. എന്താണ്, കൃഷ്ണയും അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഭാഗത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് നമ്മുടെ കർണാടകയിലൂടെ ഒഴുകി തെലുങ്കാന വഴി ആന്ധ്രാപ്രദേശ് വഴി നേരെ ബേ ഓഫ് ബംഗാളിലേക്ക്. അതിനെന്ത് കൊടുക്കുക, 2B എന്ന് കൊടുക്കുക. ലെഡ്ജറിൽ കൊടുക്കുക 2B കൃഷ്ണ. ഇനി അതിൻ്റെ തൊട്ട് മേളിലായിട്ടാണ് എന്തുള്ളത്, ഗോദാവരി റിവർ. നീളം കൂടിയ റിവറാണ്, സൗത്തേൺ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റിവറാണ് ഗോദാവരി. ഗോദാവരി ദേൻ്റെ മഹാരാഷ്ട്രയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് തെലുങ്കാന വഴി ആന്ധ്രാപ്രദേശും കടന്ന് നേരെ ബേ ഓഫ് ബംഗാളിലേക്ക് 2C ഇടുക. 2C ഇവിടെ കൊടുക്കുക. ഏതാണ് ഗോദാവരിയാണ്, ഗോദാവരി. ക്ലിയർ ആണല്ലോ? ദെൻ മഹാനദിയാണ് എങ്കിൽ മധ്യപ്രദേശിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത് ഛത്തീസ്ഗഡ് വഴി ഒറീസ വഴി ബേ ഓഫ് ബംഗാൾ. ക്ലിയർ ആണല്ലോ? 2BCD.
ഇത് ഏതാണ് റിവർ? മഹാനദിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കി നിങ്ങളുടെ ഈ ഭാഗം, ഇത് നിങ്ങളൊരു ഇന്ത്യ ആണെങ്കിൽ ഈ ഭാഗം നോക്കി, ഈ ഭാഗത്ത് ഏതൊക്കെ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയേ, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കി, ലെഫ്റ്റ് സൈഡിലുള്ള റിവേഴ്സ് ഏതൊക്കെ? ഏറ്റവും താഴെ കാവേരി, അതിൻ്റെ തൊട്ട് മേളിൽ കൃഷ്ണ, അതിന് തൊട്ട് മേളിൽ ഗോദാവരി, അതിന് തൊട്ട് മേളിൽ എന്താണ്? മഹാനദി. ഇത് ഇത്രയും എന്താണ്? ഉപദ്വീപീയ നദികളാണ്, പെനിൻസുലാർ റിവേഴ്സാണ്. ക്ലിയർ ആണല്ലോ? അപ്പം ഇത് 4 ചോദിച്ചാലും ഈ രീതിയിൽ വേണം നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത്. ഇനി അടുത്ത എന്താണ്? നർമ്മദാ റിവറും താപ്തി റിവറുമാണ്. നർമ്മദാ റിവറും താപ്തി റിവറുമാണ്. നർമ്മദാ റിവറും ഏകദേശം ഈ ഛത്തീസ്ഗഡ് ഈ ഭാഗത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് മധ്യപ്രദേശിലൂടെ ഒഴുകി മഹാരാഷ്ട്രയിലൂടെ കയറി നമ്മുടെ ഗുജറാത്ത് വഴി അറേബ്യൻ സീയിലേക്ക് എത്തുന്നു. ഇവിടെയാണ് നർമ്മദാ റിവർ. ഈ നർമ്മദാ റിവർ ചെന്ന് ചേരുന്ന അറബിക്കടലിൽ. നിങ്ങളുടെ പ്രായോഗിക പരിജ്ഞാനം അത്രയും പരിശോധിച്ചാൽ മതി, നർമ്മദ എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന്. ക്ലിയർ ആണല്ലോ? നിങ്ങളത് അറബിക്കടൽ ഭാഗത്ത്, ഏത് ഭാഗത്തു നിന്നാണ്? മധ്യപ്രദേശിൻ്റെ ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ പോകുന്ന റിവറാണ്. ഇങ്ങനെ അടയാളപ്പെടുത്തി വെക്കണം, ഈ ഒരു പാത്തിലൂടെ അടയാളപ്പെടുത്തി വെക്കണം. ക്ലിയർ ആണല്ലോ? ഇതാണ് നർമ്മദാ റിവർ. നർമ്മദ. ഇവിടെ എന്താണ്? താപ്തി റിവറാണ്. ഈ ഭാഗത്തൂടെ ഇങ്ങനെ ഒറിജിനേറ്റ് ചെയ്ത് മഹാരാഷ്ട്രയിലൂടെ ഒഴുകി ഇങ്ങനെ താപ്തി റിവർ. ക്ലിയർ ആണല്ലോ? നർമ്മദയായി താപ്തി. ഇനി സ്ഥിരം ചോദിക്കുന്ന ഒരു റിവർ ഉണ്ട്, ലൂണി. ലൂണി നമുക്കറിയാം നമ്മുടെ കരബന്ധിത നദിയാണ്, ഇല്ലേ? കരബന്ധിത നദി ആയതുകൊണ്ട് തന്നെ അത് എവിടെയാണുള്ളത്? നമ്മുടെ ഈ ഭാഗത്തായിട്ട്. ഏതാണ്? രാജസ്ഥാനിൽ ഇങ്ങനെ ചുമ്മാ ഒരു വര വരച്ചിട്ട് ലൂണി എന്ന് അടയാളപ്പെടുത്തിയാൽ മതി. സരസ്വതി റിവർ ഉണ്ട്, ലൂണി റിവർ. ലൂണി റിവർ അവിടെ അങ്ങ് അടയാളപ്പെടുത്തിയാൽ മതി. എടാ, ഒന്നും അറിയാത്തവൻ ഇതൊക്കെ അടയാളപ്പെടുത്തിയ 4 മാർക്ക് കിട്ടുവടാ. ലൂണി റിവർ അവിടെയാണ്. ഇനി ഇൻഡസ് റിവർ. ഇൻഡസ് റിവർ ചോദിക്കുകയാണെങ്കിൽ വേണ്ടേ, നമ്മുടെ ടിബറ്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ജമ്മു കാശ്മീരിലൂടെ ഒഴുകി പാകിസ്ഥാനിലൂടെ വന്ന് എവിടെ ചേരുന്നു? അറേബ്യൻ സീ ചേരുന്നു. അതായത് അറേബ്യൻ സീ ചേരുന്ന ഏക ഹിമാലയൻ റിവർ ആണ് എന്തെന്ന് പറയുന്നത്? ഇൻഡസ് എന്ന് പറയുന്നത്. ഇൻഡസ്. ക്ലിയർ ആണല്ലോ? ഇനി ഗംഗ. ഉത്തരാഞ്ചൽ, ഉത്തരാഖണ്ഡ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ വഴി എങ്ങോട്ട് ചേരുന്നു? ബേ ഓഫ് ബംഗാളിലോട്ട് ചേരുന്നു. ഇവിടെ എന്താ? ഗംഗ റിവർ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ അടയാളപ്പെടും റിവർ ഗംഗ. ദെൻ ബ്രഹ്മപുത്രയാണ് എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ടിബറ്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് ഏതുവഴി? അരുണാചൽ കയറി, അസം കയറി, ഇങ്ങനെ വന്ന് നമ്മുടെ ബംഗ്ലാദേശ് വഴി വീണ്ടും എങ്ങോട്ട് ചേരുന്നു? ബേ ഓഫ് ബംഗാളിലോട്ട് ചേരുന്നു. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന റിവറുകൾ ഇത്രയായിരിക്കും. 1 കാവേരി, കൃഷ്ണ. കൃഷ്ണ കണ്ടോ? കൃഷ്ണ ഈ ഭാഗത്തായിട്ടാണ്. ഗോദാവരി റിവർ. ഈ റിവർ ഏതാണ്? പറ. മഹാനദി. നർമ്മദ അറേബ്യൻ സീയിലോട്ട്, താപ്തിയും അറേബ്യൻ സീയിലോട്ട്, ഇൻഡസ് ഹിമാലയൻ റീജിയനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തിട്ട് എങ്ങോട്ട്? പാകിസ്ഥാനിലൂടെ ഒഴുകി അറേബ്യൻ സീയിലേക്ക്. ഗംഗാ റിവർ നേരെ പോകുന്ന എങ്ങോട്ടാണ്? ബേ ഓഫ് ബംഗാളിലേക്ക്. ബ്രഹ്മപുത്ര റിവറും ബേ ഓഫ് ബംഗാളിലേക്ക്. ഈ രീതിയിൽ നിങ്ങൾ അടയാളപ്പെടുത്തിയാൽ മതി. നിങ്ങൾക്ക് അവിടെ നിന്ന് റിവേഴ്സാണ് ചോദിക്കുന്നത്, അതും നിങ്ങൾക്ക് മാർഗമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇപ്പം 2, 1, 3 മാർഗമായി. ഇനി ഒരെണ്ണം ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഒന്നെങ്കിൽ നമുക്ക് ആണവ നിലയങ്ങൾ ചോദിക്കാം, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഉള്ള സ്ഥലങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ പോർട്സുകൾ ചോദിക്കാം. നമ്മൾ കുറേ നമ്മുടെ പുസ്തകത്തിൻ്റെ മാപ്പ് എടുപ്പില്ലേ ഓരോ പോർട്ടുകൾ, ആ പോർട്ടുകൾ നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് ചോദിക്കും. ജസ്റ്റ് നമുക്കതൊന്നും കൂടി നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മേജർ പോർട്ടുകളാണ്. ക്ലിയർ ആണല്ലോ? മേജർ പോർട്ടുകൾ നമുക്ക് നോക്കാം. ആദ്യമേ ഇന്ത്യയുടെ റൈറ്റ് സൈഡിൽ നോക്കാം. ക്ലിയർ ആണല്ലോ? റൈറ്റ് സൈഡിൽ ഗുജറാത്തിലാണ് എന്തുള്ളത്? കണ്ട്ല പോർട്ടുള്ളത്. കണ്ട്ല പോർട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത്. കണ്ട്ല എവിടെയാണ്? കണ്ട്ല എവിടെയാണ്? ഗുജറാത്തിലാണ്. ക്ലിയർ ആണല്ലോ? മഹാരാഷ്ട്രയിലാണ് മുംബൈ പോർട്ടുള്ളത്. മുംബൈ പോർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ അടയാളപ്പെടുത്തണം? മുംബൈ മഹാരാഷ്ട്രയിൽ അടയാളപ്പെടുത്തണം. നേഷേവ അടയാളപ്പെടുത്താഞ്ഞാലും എവിടെയാണ്? അതും
മഹാരാഷ്ട്രയിലാണ്. ക്ലിയർ ആണല്ലോ. നവി മുംബൈ, നഹഷേവ എന്നൊക്കെ ചോദിക്കാം. ക്ലിയർ ആണല്ലോ. ദെൻ മർമോഗ അതെവിടെയാണ്? ഗോവയിലാണ് മർമോഗ. ദെൻ മാംഗ്ലൂർ പോർട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മംഗലാപുരം. മാംഗ്ലൂർ പോർട്ട് അല്ലെങ്കിൽ മംഗലാപുരം. മാംഗ്ലൂർ എവിടെയാണെന്ന് കർണാടകയിലാണ്. ദെൻ കൊച്ചിൻ പോർട്ട് എവിടെയാണ്? കൊച്ചിൻ പോർട്ട് എവിടെയാണ്? കേരളത്തിലാണ് കൊച്ചിൻ പോർട്ട്. കേരളത്തിലാണ് എന്ത്? കൊച്ചിൻ പോർട്ടുള്ളത് കേരളത്തിലാണ്. കേരളത്തിലാണ് എന്തുള്ളത്? കൊച്ചിൻ പോർട്ടുള്ളത്. നമുക്ക് അറിയുന്ന കാര്യമാണ്. കൊച്ചിൻ പോർട്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ കേരളത്തിൽ അടയാളപ്പെടുത്തുന്നു. വേണമെങ്കിൽ വിഴിഞ്ഞം ചോദിക്കാം, അതും കേരളത്തിൽ തന്നെയാണ്. വിഴിഞ്ഞം നമുക്കൊരു പ്രത്യേക ബോക്സ് കൊടുത്തിട്ടില്ലേ, വിഴിഞ്ഞം പോർട്ടും കേരളത്തിലാണ്. ദെൻ തൂത്തുക്കുടി എവിടെയാണ്? തമിഴ്നാട്ടിലാണ് തൂത്തുക്കുടി. തിക്കോൺ അവിടെ തന്നെയാണുള്ളത്. എന്ത്? ചെന്നൈ പോർട്ട്, ചെന്നൈ. ദെൻ എന്താണ്? വിശാഖപട്ടണമാണ്. അതെവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് വിശാഖപട്ടണം. വിശാഖപട്ടണം. ദെൻ പാരദ്വീപ് എവിടെയാണ്? ഒറീസയിലാണ് പാരദ്വീപ്. ദെൻ വെസ്റ്റ് ബംഗാളിലാണ് കൽക്കട്ടയും ഹാൽഡിയയും ഉള്ളത്. കേട്ടല്ലോ, ഹാൽഡിയ, കൽക്കട്ടയും എവിടെയാണ്? വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ഇത്രയും പോർട്ടുകൾ പുസ്തകത്തിൽ കൊടുത്ത അതേ സാധനം തന്നെ അതും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചിട്ട് പോവുക. ഇപ്പം നമ്മൾ എന്തെല്ലാം പഠിച്ചു? പെനിൻസുലാർ പ്ലേറ്റ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാപ്പ് വർക്കുകൾ പഠിച്ചു. റിവേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാപ്പ് വർക്ക് പഠിച്ചു. പോർട്ടുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാപ്പ് വർക്ക് പഠിച്ചു. ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 4 മാർക്കാണ്. ഈ 4 മാർക്ക് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് പോകണം. ഇനി വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന 1-2 കാര്യങ്ങളുണ്ട്. അത് ഹിമാലയൻ റീജിയനുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഴക്കൻ മലനിരകൾ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസിലെ പ്രധാനപ്പെട്ട കൊടുമുടികളായിട്ടുള്ള പത്കായ് ബൂം, നാഗാ ഹിൽസ്, ഗാസി ഗാരോ ജയന്തിയ ഹിൽസ്, മിസോ ഹിൽസ്. ഗാസി ഗാരോ മിസോ ഹിൽസ്, അതുപോലെ നാഗാ ഹിൽസ്, പത്കായ് ബൂം. ഇതൊക്കെ നമുക്കൊന്ന് അടയാളപ്പെടുത്തി നോക്കാം. അതും കൂടി അടയാളപ്പെടുത്തി അത്യാവശ്യം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ളതാവും. അതായത് ഗാസി ഗാരോ ജയന്തിയ മേഘാലയയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അടയാളപ്പെടുത്താം. ഗാസി ഗാരോ ജയന്തിയ, ഇവിടെയാണ് ഗാസി ഗാരോ ജയന്തിയ ഉള്ളത്. ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്കായ് ബൂമാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ എന്ത് ചെയ്യുക? നിങ്ങൾ പത്കായ് ബൂം അടയാളപ്പെടുത്താൻ ചോദിക്കുക. പത്കായ് ബൂം അവിടെ അടയാളപ്പെടുത്തണം. അതിന് തൊട്ട് താഴെയാണ് നാഗാലാൻഡ്, നാഗാ ഹിൽസ് ഇവിടെയാണ്. ഇനി മിസോ ഹിൽസ് മിസോറാമിൽ ഏറ്റവും താഴെയായിട്ട് ഇവിടെയാണ് മിസോ ഹിൽസ്. അപ്പോൾ ഈ ഹിൽസ് ഏതാണ്? ഗാസി ഗാരോ ജയന്തിയ. ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വരയ്ക്കണേ. ഇവിടെ എന്താണുള്ളത്? ഇവിടെ ഉള്ളത് പത്കായ് ബൂം, ഇവിടെ ഉള്ളത് നാഗാ ഹിൽസ്, ഇവിടെ ഉള്ളത് എന്താണ്? മിസോ ഹിൽസ്. മിസോ, നാഗാ, പത്കായ് ബൂം. ഇതെന്താണ്? ഗാസി ഗാരോ ജയന്തിയ. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള എന്താണ്? ഇനി ചോദിക്കുക ഉത്തര പർവ്വത മേഖല അല്ലെങ്കിൽ നോർത്തേൺ ഹിമാലയൻ റീജിയനിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ് ഹിമാലയത്തിൽ നിന്നുള്ള എന്താണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ എവിടെ വരും? ഏകദേശം നമുക്കറിയാം അത് ഇന്നർ ഹിമാലയാണ്, നമുക്കറിയാം അല്ലേ? ഇവിടെയായിട്ടാണ് കാരക്കോറം. അതിന് തൊട്ട് ഇത് കാരക്കോറം, അതിന് തൊട്ട് താഴെ എന്താണ്? ലഡാക്ക്, അതിന് തൊട്ട് താഴെ എന്താണ്? സസ്കർ. കാരക്കോറം, ലഡാക്ക്, സസ്കർ. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? പിന്നെ ചോദിക്കാൻ സാധ്യത ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്കിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പം നമ്മൾ ഇവിടെ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്റ്റേൺ ഹിൽസ് ആണ്. ഇവിടെ എന്താണ്? ട്രാൻസ് ഹിമാലയമാണ്. ഇനി ഹിമാലയത്തെ പ്രധാനമായും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്.
ആദ്യം ഇവിടെയായിട്ടാണ് ഹിമാദ്രി ഉള്ളത്. അതിൻ്റെ തൊട്ട് താഴെ എന്താണ്? ഹിമാചൽ, ഷിവാലിക്. 3 പാരലൽ റേഞ്ചസ് ആണ്. ഇത് ഞാൻ അടയാളപ്പെടുത്തിയതിൽ ഇച്ചിരി കയറിപ്പോയി, ഞാൻ ഒന്നും കൂടി അടയാളപ്പെടുത്താം. ഓക്കെ, ഒന്നുകൂടി നോക്കി. ഏകദേശം ഇവിടെയായിട്ട് എന്ത് വരും? ഹിമാദ്രി. അതിൻ്റെ തൊട്ട് താഴെ ഹിമാചൽ, തൊട്ട് താഴെ ഷിവാലിക്. ക്ലിയർ? ഹിമാദ്രി, ഹിമാചൽ, ഷിവാലിക്, കാരക്കോറം, ലഡാക്ക്, സസ്കർ, പാത്കായ് ബൂം, നാഗാ ഹിൽസ്, മിസോ ഹിൽസ്, ഗാസിഗാരോ, ജയന്തിയ ഹിൽസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഔട്ടർ മാപ്പിൽ, ഇന്ത്യയിലെ ഔട്ടർ മാപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സാറിന് ലൊക്കേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ മാപ്പുകൾ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്ക്. ഇന്നൊരു രാത്രി ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നാളെ ഒരു രാത്രി ഉണ്ടല്ലോ, നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് നോക്ക്. എന്നിട്ട് നിങ്ങൾ പരീക്ഷ പോയത് ഈ പറഞ്ഞതല്ലാത്ത ഒരു ചോദ്യവും വരത്തില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, എന്തായാലും എൻ്റെ പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് നല്ല രീതിയിൽ അറിയാം. ഈ തരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നോളജിന് എൻറിച്ച് ചെയ്യട്ടെ സാർ വിശ്വസിക്കുന്നു. എങ്കിൽ പോലും പഠിക്കാത്തവർ എന്ത് ചെയ്യുക? വേഗം ഇതൊന്ന് പഠിച്ചു പോവുക, ഒന്ന് വർക്കൗട്ട് ചെയ്ത് പോവുക. കണ്ണടച്ച് 4 മാർക്ക് കിട്ടുകയാണ്. അതുപോലെ തന്നെ ആദർ സാർ കുറച്ച് ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് വേണ്ടി എക്സാം പ്രിപ്പറേഷനായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ തന്നെ അർച്ചന മിസ്സും മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സോ അവരെല്ലാം ക്ലാസ്സുകളും കൂടി നിങ്ങൾ കണ്ടിട്ട് പോയിട്ട് വേണം പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനായിട്ടൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ബൈ, സി യു.